ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ഫ്രാൻസ് കസ്റ്റംസ്. ദെൻ ഗായ്സ്, ഇന്ന് നമുക്ക് രണ്ട് വണ്ടി എത്തിയിട്ടുണ്ട്. രണ്ടും നമ്മളിതാണ്, അതായത് എൻ്റേത് എന്നല്ല, ഒന്ന് എൻ്റെതും ഒന്ന് നമ്മുടെ ഗ്രൂപ്പ് മെമ്പറായിട്ടുള്ള മാത്യുവിൻ്റെ ആണ്. അപ്പോൾ രണ്ടും സെയിം ലുക്ക് വൈസിൽ ബിൽഡ് ചെയ്തിട്ടെടുത്തിട്ടുള്ളതാണ്. അതായത് സ്പെക്ക് മാറ്റമുണ്ട്, പക്ഷേ രണ്ടും ഒരേ ഒരു ഇതിൽ സ്പെക്കിന് ചെറുതായിട്ടുള്ള വ്യത്യാസമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഞങ്ങൾ രണ്ടാളും കൂടിയും എന്താ പറയുക, ഇത് ഓൾറെഡി ബ്ലൂ 360 മോട്ടോറിങ് കാലിക്കറ്റ് ഇൻസ്പയർ ചെയ്തിട്ട് അവരെ വണ്ടി ഇൻസ്പയർ ചെയ്തിട്ട് ചെയ്തതാണ്. അപ്പോൾ അത് കണ്ട് ഇൻസ്പയർ ചെയ്ത് കഴിയുമ്പോഴാണ് ഞാൻ ഈ വണ്ടി ഇറക്കിയത്. പക്ഷേ അത് ചെയ്തപ്പോൾ വേറെ ലുക്കിലായിപ്പോയി എന്നുള്ളൂ. ദെൻ നമുക്ക് എന്തായാലും ഇതിൻ്റെ രണ്ടിൻ്റെയും റിവ്യൂവിലോട്ടേക്ക് കടക്കാം. ഇത് രണ്ടും എന്താ പറയുക, ട്യൂണിങ് ബേസിലൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ദെൻ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബ്ലൂവിൽ നിന്ന് തന്നെ തുടങ്ങാം, കാരണം ഇതിൽ കുറച്ച് പറയാനുള്ളൂ. അപ്പോൾ ബ്ലൂവിൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഫ്രണ്ടിൽ വന്നിട്ടുള്ളത് മ്യൂഗൻ്റെ കിറ്റാണ്, ABS കിറ്റാണ് ഇതിൽ വന്നിട്ടുള്ളത്. പാർട്സ് രണ്ട് വണ്ടിയുടെ ഫുള്ള് ABS ആണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറഞ്ഞില്ല. ദെൻ ഇതിൻ്റെ ബോണറ്റ് കാർബൺ ഡിപ്ഡ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫെൻഡർ, പെട്രോളിൻ്റെ ആ ഒരു ഓപ്പണ് ഒക്കെ ടിപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാക്ക് ബോണറ്റ്, ഡിക്കിയുടെ ആ ഒരു ഭാഗമൊക്കെ ഫുള്ള് ഡിപ്ഡ് ആണ് വണ്ടി. ഒറിജിനൽ കാർബൺ ഡിപ്പിംഗ് ആണ്, റാപ്പല്ല ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ രണ്ട് ഫ്ലാഷർ കൊടുത്തിട്ട് മിന്നുന്നത് കാണുന്നുണ്ടാവും നിങ്ങൾ. അതിന് ഒരു 6 മോഡ് ഉണ്ടാവും. ആക്സസറീസ് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. പിന്നെ നമ്മുടെ സൈഡ് പ്രൊഫൈലിലോട്ടേക്ക് വരുമ്പോൾ 18 ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ദെൻ റേഡിയേറ്റിൻ്റെ N1 നിന്ന് ഷിപ്പ് ചെയ്ത് നമ്മുടെ അടുത്തേക്ക് എത്തിച്ചിട്ടുള്ള അലോയ് വീൽസാണ്. അതിൻ്റെ ബാക്കിലൊക്കെ ഒരുപാട് കഥകളുണ്ട്. ദെൻ ഫ്രണ്ടിൽ പിന്നെ നമ്മൾ കസ്റ്റം സ്പ്ലിറ്ററൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. കിറ്റിൽ ഇത് ഇൻക്ലൂഡായി വരുന്നില്ല, നമ്മളതൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. ഇതൊക്കെ കാർബൺ ഡിപ്പിംഗ് ഫിനിഷിലാണ് വരുന്നത്. ഒക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതാണ്, കസ്റ്റമായിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഈ സൈഡിലോട്ടേക്ക് ടയറിൻ്റെ കാര്യം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ എക്സാക്ട്ലി മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത് എയർ ലിഫ്റ്റിൻ്റെ എയർ സസ്പെൻഷൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇതും ആ കിടക്കുന്ന മുതലും. ദെൻ ഇതിൻ്റെ സൈഡിൽ ഒരു മ്യൂഗൻ്റെ ഒരു ബാഡ്ജിങ് സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡ് സ്കേർട്ടിൽ അടിയിലായിട്ട് ഒരു സ്പ്ലിറ്റർ വേറെ ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം കുറച്ചും കൂടി ഭംഗിയായിട്ട് തോന്നിക്കുന്നുണ്ട്. ദെൻ ഇതിൻ്റെ ബാക്കിലോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പെട്രോൾ ടാങ്കിൻ്റെ ലിഡും പിന്നെ അതുപോലെ തന്നെ ആ ഓപ്പണറും പിന്നെ അതുപോലെ തന്നെ ഈ ബോണറ്റിൻ്റെ ഈ ഒരു ഭാഗവും ബാക്കത്തെ ഡിപ്പിഡാണ്. ഒറിജിനൽ CF തന്നെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്, റാപ്പല്ല. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പോയിലർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വണ്ടിയിൽ കിടക്കുന്ന സ്പോയിലർ ഈ വണ്ടീൻ്റെതാണ്, നമ്മൾ റിവീലിങ്ങിനും വേണ്ടിയിട്ട് എടുത്തതായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് ബമ്പറും കസ്റ്റം ചെയ്തതാണ്. അതുപോലെ ഇതിൻ്റെ ഈ ഡിഫ്യൂസറിൻ്റെ ഈ ഭാഗം ശ്രദ്ധിച്ചല്ലോ, ആ ഒരു ബ്രേക്കിൻ്റെ ഫ്ലാഷർ ലൈറ്റും പിന്നെ അതുപോലെ എക്സോസ്റ്റ് ടിപ്പും കാര്യങ്ങളൊക്കെ എന്താ പറയുക അപ്ഗ്രേഡഡ് ആണ്, എക്സ്ട്രാ ചെയ്തിട്ടുള്ളതാണ്. സ്റ്റോക്ക് കിറ്റിലാണ് ഈ ഡിഫ്യൂസറിൻ്റെ ഈ സംഭവം ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കോഡ് 6ൻ്റെയും MX-ൻ്റെയും ഒരു ബാഡ്ജിങ് കാണാം. അതായത് MX-ൻ്റെ ഒരു നമ്മുടെ ഒരു ടീം ബേസ്ഡ് കോൺസെപ്റ്റിൻ്റെ ഒരു സിഗ്നേച്ചറാണ്. അതുപോലെ തന്നെ സൺറൂഫ് ആഡറാണ് ഈ വണ്ടിയിൽ, അതിലും ആഡറാണ്. പിന്നെ അതുപോലെ തന്നെ ഹുഡ് ഞാൻ പിന്നെ പറയണ്ടല്ലോ, രണ്ട് മെഷ് ഹുഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അത് നമ്മുടെ വണ്ടിയിലും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ റേഡിയേറ്ററിൻ്റെ വീൽസ് ഈ സൈഡിൽ കാര്യമായിട്ട് പറയാനൊന്നുമില്ല. പിന്നെ വണ്ടി കണ്ടല്ലോ നിങ്ങൾ, പ്രൊഫൈലൊക്കെ ശ്രദ്ധിക്കാന്നുണ്ട്, പക്ക അങ്ങോട്ട് ഡ്രോപ്പായിട്ട് നിൽക്കുകയാണ് വണ്ടി. ഒരു മൈനസ് എടുത്ത് പറയാനില്ല. മറ്റുള്ള വണ്ടികളെ വെച്ച് നോക്കുമ്പം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട വണ്ടിയാണ് ഈ ബ്ലൂ. ദെൻ നമുക്ക് നമ്മുടെ വണ്ടിയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സെയിം സ്പെക്കിൽ ചെയ്തിട്ടുള്ള ഫ്രണ്ടിൽ ഡിപ്പിങ് കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഇതിൻ്റെ ഫ്രണ്ട് ഫെൻഡർ, ബോണറ്റ് പിന്നെ അതുപോലെ പെട്രോളിൻ്റെ ലിഡ് ഒക്കെ ഡിപ്പിഡാണ്, ഒറിജിനൽ CF തന്നെയാണ്.
പിന്നെ കിറ്റിലേക്ക് വരുമ്പോഴാണ് പിന്നെയും കുറച്ചും കൂടി എടുത്ത് പറയാനുള്ളത്. എഫ് ഡി കിറ്റാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതിൽ കസ്റ്റം ചെയ്തതാണ് നമ്മൾ. കട്ടിങ്ങും വെൽഡിങ്ങും ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ച് കസ്റ്റം വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു മെട്രിക്സ് LED ആഡ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ബമ്പറിൻ്റെ അടിയിലായിട്ട്. പിന്നെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ സ്റ്റോക്കാണ്. പിന്നെ ഒരു FM-ൻ്റെ ഒരു ബാഡ്ജിങ് അതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ലോവേഡ് എംപയർ എന്ന് പറഞ്ഞിട്ടൊരു ബ്ലൂ പാനലിൽ വൈറ്റ് കളറിൽ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. പിന്നെ സൺറൂഫ് ആഡാണ്. പിന്നെ ഈ സൈഡ് മിറർ പറയുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഗ്ലോസി ബ്ലാക്ക് പെയിൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൾറെഡി പറഞ്ഞല്ലോ ഫെൻഡർ ഡിപ്ഡ് ആണ്, ഒറിജിനൽ സീഫ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആ വണ്ടിയിൽ എന്താ പറയുക, സ്പ്ലിറ്റർ ഫ്രണ്ടിൽ മ്യൂഗൻ്റെ സ്പ്ലിറ്റർ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അത്യാവശ്യം ഒരു സ്പോർട്ടി ലുക്ക് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ നമ്മൾ ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഒരു ആ പാനൽ ജസ്റ്റ് നേരെ എടുത്ത് അപ്ലൈ ചെയ്തിട്ടാണ്. പക്ഷേ അതിൽ വേറെ അപ്ഗ്രേഡ് ഒന്നും ചെയ്തിട്ടില്ല. കുറച്ച് കയറ്റിയിട്ട് നമ്മൾ ബമ്പറിൻ്റെ മേലെ ആ വണ്ടീൻ്റെ ഒക്കെ കുറച്ച് ഷേപ്പാക്കി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒന്നും ടൈമേ ഇല്ലായിരുന്നു, ആ ഒറ്റൊരു പാനൽ വെച്ചിട്ട് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഫോഗ് ലൈറ്റ് ഒന്നും ഈ ബമ്പറിന് വരുന്നില്ല. വരുന്ന വേർഷൻ ഉണ്ട് ഉള്ളിലേക്കായിട്ട്, പക്ഷേ നമ്മൾ ഒഴിവാക്കിയതാണ്, അത് വേണ്ടാന്ന് വെച്ചതാണ്. പിന്നെ ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിലോട്ടേക്ക് വരുമ്പോൾ ഇതിൻ്റെ ബാക്ക് വീൽ 19 ഇഞ്ച് വീലും ഫ്രണ്ടിൽ 18 ഇഞ്ച് വീലും, അതൊരു വലിയ ഹൈലൈറ്റ് ആണ്. അത്യാവശ്യം കോസ്റ്റ്ലി കൊടുത്തിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അത് കുറച്ചും കൂടി ഡ്രോപ്പായി ഇരിക്കണ മാതിരി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്, അങ്ങനെ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഫെൻഡർ ഞാൻ പറഞ്ഞ പോലെ ഡിപ്ഡാണ്. പിന്നെ അതുപോലെ തന്നെ ബാങ്കർ വണ്ടിയുടെ പേര് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലിബേർട്ടി വർക്കിൻ്റെ ഓല ഒരു സിഗ്നേച്ചറിൻ്റെ ഒരു സംഭവം ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് വീലിൻ്റെ മേലായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതും എയർ ലിഫ്റ്റിൻ്റെ സസ്പെൻഷൻ ആഡ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ അത് നോർമൽ സ്റ്റോക്ക് ബ്രേക്കിംഗ് ആണ്. പിന്നെ ഇതിൽ സ്പാർക്കോൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം ബൂസ്റ്റ് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ സൈഡിൽ പിന്നെ നിങ്ങൾക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നത് ഈ ഡോപ്പിൻ്റെ സ്റ്റിക്കറും പിന്നെ ക്രൂ എന്നുള്ള രീതിയിലുള്ള ഈ ഒരു ഗ്രാഫിക്സും ആണ്. അത് എന്താ പറയുക, നമ്മൾ ഫ്രണ്ടിൽ ഇതിൻ്റെ വണ്ടിയുടെ ഓൾഡ് പിക്ചർ ഞാൻ കാണിച്ചു തരാം. അതിൽ ചെയ്തിട്ടുള്ള ആ ഒരു ബമ്പർ ഫുൾ നമ്മൾ ഈ ക്രൂ എന്നുള്ള സ്റ്റിക്കർ കൊണ്ട് നമ്മൾ കവർ ചെയ്തൊക്കെയായിരുന്നു. അപ്പോൾ അത് നമ്മൾ നേരെ സൈഡിലോട്ടേക്ക് ആക്കുന്ന രീതിയിൽ ടൈപ്പ് ചെയ്ത് സെറ്റാക്കി അടിച്ചിട്ടുള്ളതാണ്. പിന്നെ VTEC എഞ്ചിനിൻ്റെ ആ ഒരു സിമ്പലൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് നമ്മൾ. പിന്നെ ഡോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റിക്കർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അത് തല തിരിച്ചാണ് നമ്മൾ വെച്ചിട്ടുള്ളത്, വേറൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് വെച്ചതാണ്. പിന്നെ നമ്മളെ ഈ ബാക്ക് ഭാഗത്തോട്ട് വരാമെന്നൊരു റിഫ്ലക്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നൈറ്റ് സമയത്ത് നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന ടൈമിലൊക്കെ ലൈറ്റ് കത്തും, റിഫ്ലക്ടറായിട്ട് നിൽക്കും. ആ വണ്ടിയിലും എന്താ പറയുക, ബാക്കും ഫ്രണ്ടും ഡിസ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. സെയിം സ്പെക്കിൽ തന്നെ ഇതിലും ചെയ്തിട്ടുണ്ടെങ്കിലും ബൂസ്റ്റഡ് ആണ്. ഇതിൽ സ്പാർക്കോൻ്റെ ബ്രേക്ക് പാഡ് ചെയ്ത് അതിൽ ബൂസ്റ്റഡ് ടൈപ്പാണ്, അതായത് പവർ കൂടുതലാണ് ബ്രേക്കിംഗ് സിസ്റ്റം ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെക്സിക്കൽസിൻ്റെ സ്റ്റിക്കേഴ്സും പിന്നെ സിവിക്കിൻ്റെ നമ്മൾ ഹോണ്ടയുടെ ആ ഒരു ലോഗോ എടുത്ത് കളഞ്ഞിട്ട് സിവിക്ക് എന്നുള്ളൊരു ബാഡ്ജിൽ ക്രിയേറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്തതാണ്. പിന്നെ നമ്മുടെ ML-ഉം PH-ഉം FM ഒക്കെ ബാഡ്ജിങ് നമ്മൾ ഓരോ തിരക്കലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിഫ്യൂസറിൻ്റെ ആ ഭാഗത്ത് നമ്മൾ പിന്നെ 2 റണ്ണിങ് മെട്രിക്സ് ബ്രേക്കിംഗ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊന്നും ബാക്കിൽ ഓവറായിട്ട് ചെയ്തിട്ടില്ല. പിന്നെ റൂഫ് ഭാഗത്ത് അവിടെ ഒരു കാർബൺ ഫൈബറിൻ്റെ ഒരു റാപ്പ് ചെയ്തിട്ടുണ്ട്. നേരെ മറിച്ച് നമ്മളെ ഡിക്കിയുടെ ഭാഗത്ത് നേരെ ആ വണ്ടിയിലോട്ട് വരുമ്പോൾ അത് ഫുള്ള് ഒറിജിനൽ കാർബൺ ഡിപ്പിങ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് റാപ്പാണ്. ഇതിൻ്റെ ഡിക്കീൻ്റെ ആ ഭാഗത്തും മേലെയും റാപ്പാണ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ മാത്രമേ ഡിപ്പിങ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ റാപ്പാണ്. പിന്നെ ബാക്ക് ബമ്പറൊക്കെ കണ്ടല്ലോ, കസ്റ്റം ബമ്പറാണ്, അതന്നെ ഒരു വെറൈറ്റി ലുക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഈ സ്പോയിലർ നേരത്തെ പറഞ്ഞ പോലെ ആ വണ്ടിയുടേതാണ്. അത് നമ്മൾ ഇതിലേക്ക് ജസ്റ്റ് റിവീലിങ്ങിൻ്റെ ആ ടൈമിലേക്ക് നമുക്കൊന്ന് ആവശ്യം ഉണ്ടായപ്പോൾ നമ്മൾ വാങ്ങിയിട്ടതാണ്. അത്രയൊക്കെയാണ് ഇതിൻ്റെ വിഭാഗത്തെക്കുറിച്ച് പറയാനാണ്, മെയിനായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ.
ഓക്കെ, നമുക്ക് ഫ്രണ്ടിലൂടെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെയാണ് ഇന്നത്തെ റിവ്യൂവിൽ മെയിനായിട്ട് പറയാനുള്ളത്. രണ്ടും ഒരു യുണീക്ക് സ്പെക്കാണ്. അത് CNG വരുന്നത്, ഇത് പെട്രോൾ. അങ്ങനത്തെ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അങ്ങനെ മോഡടിച്ചിട്ടുള്ള ആ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കൊണ്ടും സെയിമാണ്. പിന്നെ സ്പെക്കിൽ ചെറിയ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീണ്ടും കാണണം. ബൈ ബൈ.